നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ഇപ്പോൾ 3 തരത്തിൽ നമുക്ക് വിലയിരുത്താം. ദിലീപിന്റെ അറസ്റ്റിന് മുൻപും ശേഷവുമുള്ള സിനിമ, കോവിഡിന് മുൻപും ശേഷവുമുള്ള സിനിമ, ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുൻപും ശേഷവുമുള്ള സിനിമ എന്നിങ്ങനെ. നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അതിന് സമാനമായ പ്രതിസന്ധി സിനിമയിൽ ഉണ്ടാകില്ലെന്ന് അന്ന് എല്ലാവരും വിശ്വസിച്ചു. പിന്നെ കോവിഡ് എത്തി, അതും കാലക്രമേണ മറികടന്നു. ഇപ്പോഴത്തെ വിവാദം അക്ഷരാർത്ഥത്തിൽ മോളിവുഡിന് വെല്ലുവിളിയാണ്. ഇനി ഏതെല്ലാം നടനെതിരെ പ്രതികരണവുമായി എത്തും എന്നതാണ് ഇതിനെല്ലാം കാരണം. മലയാള സിനിമയിലെ പുണ്യാളനെ പോലും ഈ വിവാദം വെറുതെ വിടുന്നില്ല. ഒരു സൂപ്പർ താരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആശങ്കയിലാണ് കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി ഉടൻ വരും. ആ വിധി മലയാള സിനിമയെ കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് തള്ളിവിടും. നടിക്ക് അനുകൂലമായാൽ ദിലീപ് അകത്താകും. വിധി ദിലീപിന് അനുകൂലമായാൽ കേസിലെ അട്ടിമറി പോലും ചർച്ചകളിൽ നിറയും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ നടി ഇപ്പോഴും ഹൈക്കോടതിയിലും മറ്റും നടത്തുന്നത് കേസിലെ വിചാരണ അട്ടിമറിക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ്. ഇതിനിടെയാണ് ഹേമ കമ്മിറ്റിയിൽ പീഡകരുടെ പേരുകൾ പുറത്തു വരുന്നത്. തൊടുപുഴയിൽ പീഡനാനുഭവം വിവരിച്ച സോണിയ മൽഹാറും ഉറച്ച നിലപാടിലാണ്. നടന്റെ പേര് സോണിയ വെളിപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പോലും പീഡന പരാതികളെ ഗൗരവത്തിലെടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നിലുണ്ടായത് സിനിമയെ വെല്ലും നാടകീയതയാണ്. ബംഗാളി നടിയുടെ ആരോപണം വലിയ ചർച്ചയായതിനു പിന്നാലെ തന്നെ രഞ്ജിത്ത് ചില കേന്ദ്രങ്ങളെ രാജിസന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ രാജി നൽകിയില്ല. ഇതിനിടെയാണ് പീഡനാരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ രാജി എത്തിയത്. ഇതോടെ രഞ്ജിത്തിൽ നിന്നും രാജി സമ്മർദ്ദത്തിലൂടെ സർക്കാർ ഇമെയിലിൽ വാങ്ങി. സിനിമയിലെ പ്രമുഖനെയാണ് ഇതിനുവേണ്ടി CPM നിയോഗിച്ചത്. രഞ്ജിത്തിനെതിരെ ബംഗാൾ നടിക്ക് CPMുമായി അടുത്ത ബന്ധമാണുള്ളത്. ബംഗാളിലെ പാർട്ടി വേദികളിലെ സജീവ സാന്നിധ്യമായ നടിയുടെ പരാതിയെ ഗൗരവത്തിൽ തന്നെ കാണണമെന്ന് CPM കേന്ദ്ര നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വത്തിനും സന്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ സിനിമയിലെ സ്ത്രീ വിഷയങ്ങൾ ചർച്ചയാക്കുന്ന WCCക്കും ഇടതുപക്ഷ മനസ്സാണ് പൊതുവെയുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരാതി അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആർക്കെതിരെ മൊഴി കിട്ടിയാലും സാഹചര്യം പരിശോധിച്ച് പോലീസ് കേസെടുക്കും. ഇനി പ്രതിച്ഛായ നഷ്ടം ഈ വിഷയങ്ങൾ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല.